മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ആശീർവാദവും പിന്തുണയും വേണ്ട എന്ന് അസന്നിഗ്ധമായി കേരളത്തിലെ മുഖ്യമന്ത്രി ആരാധനാവ് പിണറായി വിജയൻ മുങ്ങിക്കാണിക്കുകയുണ്ടായി. ഈ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് മറുപടി പറയാൻ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് വന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ തയ്യാറായില്ല. ഞങ്ങൾ ആ തോന്നി ഉന്നയിച്ചതോടെ ഈ യൂണിയെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഈ ബന്ധം നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ പരിപാടിയുടെ ഭാഗമായിട്ട് ലീഗിന്റെ കുടിതന്നെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ചോദ്യാവസ്ഥയിൽ ഞങ്ങൾക്ക് ബുദ്ധിയും അതിന് മറുപടി തയ്യാറായില്ല എന്നല്ലാതെ ആ രീതിയിൽ പരിഗണിക്കാനേ കൂടാക്കില്ല. കാരണം അപകടമാണ്. സോണിയാഗാന്ധിയും കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമിന് എതിരാണ്. ആ രാഷ്ട്രീയം പറയാൻ അവർ സാധിക്കില്ല. അതുകൊണ്ടാണ് സോണിയാഗാന്ധിക്ക് ആ ചോദ്യത്തിനോട് പറയാൻ ആ ഇലക്ഷന്റെ ഭാഗമായിട്ടും അതുപോലെ വയനാട് സന്ദർശനത്തിന്റെ സന്ദർഭത്തിലും അവർക്ക് സാധിക്കാതിരുന്നത് എന്നുള്ളതാണ്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരാണ്. ഇത് ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെടാൻ ഒരു തരത്തിലുള്ള പഴുതുമില്ല. അപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിക്ക് അത് പറയാൻ സാധിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് മറുപടി പറയാതിരിക്കുന്നത്. ആവർത്തിച്ച് ചോദിച്ചിട്ടും പത്രക്കാരെ ചോദിച്ചിട്ടും അവരോട് ഈ കാര്യം പറയാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഗീയതയെ അതിനിശ്ചിതമായി എതിർത്തുകൊണ്ടാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ആദ്യാവസാനങ്ങളെ ഞങ്ങളെല്ലാവരും നിലപാട് സ്വീകരിച്ചു. രണ്ടാമത്തെ കാര്യം കേരളത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമതായി ഞാൻ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തെ തന്നെ മാറിയാവുന്ന രീതിയിൽ അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന നവ കേരളം എന്ന കാഴ്ചപ്പാട് അതാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതിന്റെ ഭാഗമായി കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഓരോന്നൊന്നായിട്ട് എഴുതിയിട്ടാണ്. വികസനം തന്നെയാണ് കാര്യമായിട്ടാണ്. വികസനം എന്ന പദം പോലും യുഡിഎഫുകാർക്ക് അവിടെ ഉപയോഗിക്കാനേ പറ്റിയിട്ടുണ്ട്. കാരണം വികസനം പറയാൻ തുടങ്ങിയാൽ 1957 മുതൽ ഇങ്ങോട്ടുള്ള രണ്ടുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വന്ന രാഷ്ട്രീയം വികസനപരമായ മാറ്റം കൃത്യമായി ചൂണ്ടിക്കാണിച്ചു പോകുന്നതുകൊണ്ട് അവരധികം ആ അജണ്ടയിലേക്ക് കടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഗവൺമെന്റിനെതിരായിട്ടോ അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായിട്ടോ രാഷ്ട്രീയ ആയുധം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. കേരളത്തിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള പുതിയ കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി, അതേപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ലൈഫ് പദ്ധതി, അതിദാരിദ്ര്യം അവസാനിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായ കേരളം മാറുന്ന പ്രശ്നം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വികസനത്തിന്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേ, അതുപോലെ തന്നെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വ്യാവസായിക മേഖലയിൽ വന്ന മാറ്റം, 3,50,000 സംരംഭങ്ങൾ രജിസ്റ്റർ അതിന്റെ പ്രവർത്തനത്തിലൂടെ 7 ലക്ഷത്തിലധികം ആൾക്ക് ജോലി ലഭിച്ചത്, PSC മുഖേന കിട്ടിയ ജോലിയുടെ എണ്ണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി ലഭിച്ചത് അത് പകുതിയിലധികം കേരളത്തിലാണ് എന്ന കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ അതിന്റെ ഓരോ വിശദീകരണത്തിലേക്ക് കാർഷിക മേഖല, പട്ടയത്തിന്റെ പ്രശ്നം ഉൾപ്പെടെയെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വികസന പ്രക്രിയയും വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ച, അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം വെള്ളം ജില്ലയിലുണ്ടാകാൻ പോകുന്ന മാറ്റം, കോറിഡോറിന്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ നിന്ന് പാലക്കാട് വഴി കോയമ്പത്തൂരിലേക്കുള്ള ഇടനാഴി, വ്യാവസായിക ഇടനാഴി, കോഴിക്കോട് നിന്ന് കണ്ണൂർ വഴി കാസർഗോഡ് വഴി മംഗലാപുരത്തേക്കുള്ള വ്യാവസായിക ഇടനാഴി, ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മൂലധനക്ഷേപത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയുന്നതുപോലെ കിഫ്ബി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് 90,000 കോടിയുടെ പശ്ചാത്തല സൗകര്യ വികസനം,
വ്യാവസായിക മേഖലയിൽ ഇടപെടാൻ വേണ്ടി ഇപ്പോഴും വളരെ ശക്തിയായി സാധിക്കുന്ന ഏതാണ്ട് ഇൻവെസ്റ്റ്മെന്റ് മീറ്റിന്റെ ഭാഗമായിട്ട് തുറന്നു പോന്ന 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപിക്കാനുള്ള സന്നദ്ധതാണ്. എല്ലാം ചേർത്തുകൊണ്ട് തൊഴിലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ കേരളം. എന്നാണ് നമ്മുടെ കേരളം. ഈ മുദ്രാവാക്യം ഞങ്ങൾ നിലമ്പൂരിൽ വളരെ ശക്തിയായിട്ട് കേന്ദ്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. യുഡിഎഫിന് ആകെ പറയാനായിരുന്നത് കൈക്കൂലി കൊടുത്തുകൊണ്ടാണ് വോട്ട് ശേഖരിക്കുന്നത് എന്നാണ്. കൈക്കൂലി മന്ത്രിമാരുടെ കൈക്കൂലിയല്ല. മുമ്പ് ആയിരുന്നല്ലോ സാധാരണ ചർച്ച. 9 കൊല്ലക്കാലം കൊണ്ട് ഒരു മന്ത്രിക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞത് ഏതാ കൈക്കൂലി? തെരഞ്ഞെടുപ്പ് വരുമ്പോഴും 62 ലക്ഷം ആളുകൾക്ക് കൈക്കൂലി പോലെ ക്ഷേമ പെൻഷൻ നൽകുന്നു എന്നാണ്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപത്തെ സംബന്ധിച്ച് എന്താ പറയുക? അത് ഞങ്ങൾക്ക് അവിടെ നല്ലപോലെ ഉദ്ദേശിച്ചു. ഞങ്ങൾ അവമാനിക്കലാണ് എന്ന് പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൃത്യമായിട്ട് ഇപ്പോഴാണ് എല്ലാ ജീവനക്കാർക്കും ഉൾപ്പെടെ പെൻഷൻ. പാവപ്പെട്ട അധ്വാനിച്ച പഴയ കാലം 60 വയസ്സ് വരെ അധ്വാനിച്ച പാവപ്പെട്ട പെൻഷനെയും ക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ട് 1600 രൂപ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായി നൽകപ്പെടുക അത് കൈക്കൂലിയാണെന്ന അധിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ്. അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരാശീകരിക്കപ്പെട്ട ഒരു യുഡിഎഫിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ 2 മുദ്രാവാക്യം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വരാൻ പോകുന്ന കേരളം എന്തായിരിക്കണം? വർത്തമാന കാലഘട്ടത്തിന്റെ തുടർച്ച ഒരു 3ാം ഘട്ടത്തിലേക്കുള്ളതിന്റെ യാത്ര ഇതന്നെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ നേരത്തെ പറഞ്ഞ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യവുമാണ്. വർഗീയതക്കെതിരായിട്ടുള്ള കാര്യം പറഞ്ഞു വന്നപ്പോ ഇപ്പോഴും വ്യാപകമായ ഒരു പ്രചാരവേല ഞാനെന്തോ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള പ്രചാരവേല കർമ്മ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കണം, കാണാനും തയ്യാറാവണം. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്താൻ യുഡിഎഫിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കാൻ മാധ്യമങ്ങളിൽ തന്നെ ചിലരെ ശ്രമിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകിച്ച് മീഡിയ വനെ പോലുള്ള ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമായി പകർവെച്ച പോലെയുള്ള സത്യമാണ്. ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം അടിയന്തരാവസ്ഥ എന്നത് അർത്ഥവാസ്തവത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തു. നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യമാണ് നടപ്പിലാക്കിയത്. ജനാധിപത്യ അവകാശമൊന്നും ഇല്ലായിരുന്നു. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ആരെങ്കിലും നോക്കിയാൽ ഇനി മുണ്ടും ഒന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ അവരെല്ലാം 2 രീതിയും വിശ്വാസപ്പെടുത്തിയും DVR അടിസ്ഥാനപ്പെടുത്തിയും ഹെൽത്തുകൊണ്ട് നടക്കുന്ന കാലമായിരുന്നു അടിയന്തരാവസ്ഥ. ഞങ്ങളെല്ലാം അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജയിലിൽ കിടന്ന അനുഭവമുള്ളവരാണ്. ആ അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ഈ അമിതാധികാര വാഴ്ചക്കെതിരായി രാജ്യം അതിശക്തിയായ പ്രതിഷേധം രൂപപ്പെടുത്തി പ്രവർത്തിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അന്ന് സദാ നിയമം പറഞ്ഞതുപോലെ ഇവിടെ തിരുവനന്തപുരത്താണ് ആ മുദ്രാവാക്യം ആദ്യമായിട്ട് വരുത്തിയത്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നതാണ്. ആ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ അമിതാധികാര വാഴ്ചക്കെതിരായി അർദ്ധ ഫാസിസ്റ്റ് ഭീകര വാഴ്ചക്കെതിരായി അതിശക്തിയായ രാഷ്ട്രീയ മുന്നേറ്റമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം അറിയുന്നതുപോലെ വിവിധ പാർട്ടികൾ ചേർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടുന്നത്. ഇങ്ങനെയാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണം.